ഇനി രക്ഷാകര സംഭവത്തിലൂടെ മാനവരാശിക്ക് ലഭിച്ച ഫലങ്ങൾ എന്തെല്ലാം? പൊതുവായി പറഞ്ഞാൽ പാപം മൂലം മനുഷ്യന് എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം രക്ഷാകര സംഭവം വഴി തിരിച്ചു കിട്ടി. അതിൽ വിഷയാധിഷ്ഠിതമായ 2 കാര്യങ്ങൾ മാത്രം ഇവിടെ വിശദമാക്കാം. ഒന്ന്, മനുഷ്യൻ്റെ തെറ്റിന് ദൈവസ്ഥാനത്ത് നിന്ന് ദൈവം തന്നെയായ ദൈവപുത്രൻ യേശുക്രിസ്തു പാപത്തിന് ശിക്ഷ സ്വയം ഏറ്റെടുത്തുകൊണ്ട് തെറ്റിന് ശിക്ഷയേൽക്കുക എന്ന ദൈവിക നീതി പൂർത്തിയാക്കി. ദൈവം മനുഷ്യനെ ശിക്ഷിക്കുകയല്ല, മനുഷ്യൻ്റെ തെറ്റിന് യേശുവിലൂടെ ശിക്ഷ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. മകൻ വാങ്ങിയ പണത്തിന് അപ്പൻ പരിഹാരം ചെയ്തതുപോലെ. അപ്പൻ നിരപരാധിയായിരുന്നു. തിരുവചനം പറയുന്നു 2 കൊരിന്തോസ് 5:21, അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമെന്തെന്നറിയാത്തവനെ അവിടുന്ന് പാപമാക്കിയെന്ന്. വീണ്ടും യെശയ്യാ 53:4, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. പരിഹാരം ചെയ്യുക വഴി പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്ത് ദൈവിക നീതി അവൻ പൂർത്തിയാക്കി. യേശു പാപിയുടെ പകരക്കാരനായി മാറി. ഹെബ്രായർ 10:10. യേശുക്രിസ്തുവിൻ്റെ രക്തം ഒരിക്കൽ എന്നേക്കുമായി സമർപ്പിക്കപ്പെട്ടതുവഴി നാം എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ശിക്ഷ നമുക്ക് നീതിയായി പരിണമിക്കപ്പെട്ടു. തന്മൂലം നാം വിശുദ്ധീകരിക്കപ്പെട്ടു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. യോഹന്നാൻ 8:36. ശിക്ഷ ഏറ്റെടുത്തതിലൂടെ ദൈവിക നീതി പൂർത്തിയായി. തന്മൂലം ശിക്ഷ ഏൽക്കേണ്ട നാം സ്വതന്ത്രരായി. ഇതാണ് കുരിശുമരണത്തിൻ്റെ 1ാമത്തെ ഫലം. ഇനി രക്ഷാകര സംഭവത്തിലെ 2ാമത്തെ ഫലം, എഫെസോസ് 1:7. അവിടുത്തെ കൃപാസമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഒപ്പം 1 യോഹന്നാൻ 1:7, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന തിരുവചനവും നാം ഇവിടെ കൂട്ടി വായിക്കണം. പുത്രൻ്റെ രക്തം ചിന്തിയുള്ള കുരിശുമരണത്തിലൂടെ പാപക്ഷമ, തൻ്റെ കരുണ ദൈവം പ്രകടമാക്കി. അതെ, ശിക്ഷ സ്വയം ഏറ്റെടുത്ത് പാപിയെ നീതീകരിച്ച ദൈവം രക്തം ചിന്തി പാപങ്ങൾ ക്ഷമിച്ച് ദൈവകാരുണ്യവും പ്രകടമാക്കി. ഹല്ലേലൂയ! ദൈവമേ, നിനക്ക് നന്ദി, സ്തുതി. അവിടുത്തെ നീതിയും കാരുണ്യവും കുരിശുമരണത്തിൽ ഒരുമിച്ച് വെളിപ്പെട്ടു. ആരാധിക്കുന്ന ദൈവമേ, നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിന് മുൻപിൽ നമുക്ക് ശിരസ് നമിച്ച് കൃതജ്ഞരാകാം. തെറ്റ് ചെയ്തത് മനുഷ്യൻ, പരിഹാരം ചെയ്തത് ദൈവവും. ഇവിടെ ക്രിസ്തീയ ക്ഷമയെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. പരിഹാരം ചെയ്താലേ നമ്മൾ ക്ഷമിക്കൂ. നാം പരിഹാരം ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ദൈവം അങ്ങനെയല്ല, സ്വയം പരിഹാരം ചെയ്തു. പരിഹാരം ചെയ്താൽ എല്ലാവരും ക്ഷമിക്കും, അതിന് അതിശയമില്ല. 100 രൂപ കടം വാങ്ങി അവധി തെറ്റുമ്പോൾ 150 രൂപ തിരികെ തന്ന് പരിഹാരം ചെയ്താൽ ആരാണ് ക്ഷമിക്കാത്തത്? എന്നാൽ ലൂക്ക 6:35, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. പാപിനിയെക്കൊണ്ട് അവൻ ഒരു പരിഹാരവും ചെയ്യിപ്പിച്ചില്ലെന്ന് ധ്യാനിക്കണം. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോഴും അവൻ ഒരു പരിഹാരവും ചെയ്യിപ്പിച്ചില്ല. വീണ്ടും നമ്മൾ ധ്യാനിക്കണം. താൻ ക്ഷമിച്ചതുപോലെ തെറ്റ് ചെയ്തവരെ കൊണ്ട് പരിഹാരം ചെയ്യിപ്പിക്കാതെ മനുഷ്യർ പരസ്പരം നിരുപാധികം ക്ഷമിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി പകരക്കാരനായി പരിഹാരം ചെയ്ത് അവൻ നമുക്ക് മാതൃകയായത്. മത്തായി 10:8, ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി നിങ്ങൾ കൊടുക്കുവിൻ. ക്ഷമ ദാനമായി അളന്നു കിട്ടിയ നാം ദാനമായി തന്നെ ക്ഷമ അളന്നു കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മത്തായി 25:40, ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ചിന്തിക്കണം, ആരാണ് ചെറിയവരിൽ ഒരുവൻ? തിരിച്ചു തരാൻ കഴിവില്ലാത്തവനാണ് ചെറിയവരിൽ ഒരുവൻ. നീ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ ക്ഷമ തിരിച്ചളന്നു തരാൻ കഴിവില്ലാത്തവനോടും നീ ക്ഷമിക്കണമെന്ന് സാരം. നിനക്കിളച്ചു തന്നില്ലെങ്കിലും നീ അപരനിളച്ചു കൊടുക്കണം. നിനക്ക് 10,000 താലന്ത് ഇളവ് ലഭിച്ചപ്പോൾ നീ 100 ധനാറയെങ്കിലും ഇളവ് കൊടുത്തേ മതിയാകൂ ദൈവരാജ്യത്തിൻ്റെ പടികടക്കാൻ. ഇനി ദൈവിക ക്ഷമയുടെ 3ാമത്തെ പ്രത്യേകത, അത് സകലതും മറക്കുന്ന ക്ഷമയാണ്. യെശയ്യാ 43:25, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. മനുഷ്യൻ ക്ഷമിക്കും, മറക്കില്ല. വിശദമാക്കാം. ഒരാൾ മറ്റൊരാളെ അകാരണമായി ഉപദ്രവിച്ചുവെന്ന് കരുതുക. അല്പം കഴിഞ്ഞപ്പോൾ ഉപദ്രവിച്ചയാൾക്ക് പശ്ചാത്താപമുണ്ടായി. തല്ലിയയാൾ തല്ല് കൊണ്ടവനോട് ക്ഷമ ചോദിക്കുകയും രമ്യതയിലാവുകയും ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ തല്ലിയവനും തല്ല് കൊണ്ടവനും മറ്റൊരിടത്ത് വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ തല്ല് കൊണ്ടവൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഇയാളാണ് അന്ന് എന്നെ തല്ലിയത് എന്നാണ്. അതെ, മനുഷ്യൻ ക്ഷമിക്കും, പക്ഷെ മറക്കില്ല. എന്നാൽ ദൈവത്തിന് ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും കഴിയും.
ഇംഗ്ലീഷിൽ ഫൊർഗീവ് എന്നും ഫോർഗോട്ട് എന്നും 2 വാക്കുകളുണ്ട്. 1 ക്ഷമിക്കുക, 2 മറക്കുക. വെള്ളത്തിൽ വരച്ചാൽ വിരലിനൊപ്പം വരമായുന്നതുപോലെ ദൈവം ക്ഷമിക്കുമ്പോൾ പാപം മറന്നു കളഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ഒരു നാളും നിൻ വീഴ്ചകളിനി ഞാൻ ഓർക്കുകയില്ല, ക്ഷമിച്ചതല്ലേ എന്ന് ദൈവം ചോദിക്കുന്നത്. അതെ, മനാസ എന്ന വാക്കിനർത്ഥം നീ മറക്കണം എന്നതാണെന്ന് നാം കണ്ടുവല്ലോ. ചില തിരുവചനങ്ങൾ കൂടി നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഹെബ്രായർ 10:17 അവരുടെ ദുഷ്കർമ്മങ്ങളും പാപങ്ങളും ഒരു നാളും ഇനി ഞാൻ ഓർക്കുകയില്ല. അതിനർത്ഥം അവ ദൈവം മറന്നു കളഞ്ഞു എന്ന് തന്നെ. യെശയ്യാ 44:21 ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല എന്ന് അരുൾ ചെയ്തവൻ യെശയ്യാ 43:18 പറയുന്നു, പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല എന്ന്. അതെ, നമ്മെ വിസ്മരിക്കാത്തവൻ നമ്മുടെ പാപങ്ങൾ വിസ്മരിച്ചു കളയുന്നു. അഥവാ നമ്മെ മറക്കാത്തവൻ നമ്മുടെ പാപങ്ങൾ മറന്നു കളയുന്നു. ദൈവമേ, നിനക്ക് നന്ദി. നീ പാപങ്ങളെല്ലാം ഓർത്തിരുന്നാൽ ആർക്ക് രക്ഷയുണ്ടാകും എന്ന തിരുവചനം നമുക്ക് ആശ്വാസദായകമാണ്. അതിനാൽ അനുതാപിയുടെ അകൃത്യങ്ങൾ അവിടുന്ന് ക്ഷമിക്കുന്നതോടൊപ്പം മറന്നു കളയുക കൂടി ചെയ്യുന്നു.